ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ യാത്ര നമ്മുടെ അമ്പലവയൽ പൂപ്പൊലിയിലേക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്ക്. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പലവയൽ എത്താനാവുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇത് എപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് ഇതുവരെ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയിട്ടില്ല. അപ്പോൾ ഈ വെള്ളമൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇവിടെയൊക്കെ അങ്ങനെ ആരെയും കടത്തി വിടുകയൊന്നുമില്ല കേട്ടോ. ഇറങ്ങാനൊന്നും പറ്റൂല. നല്ല ആഴമുള്ള സ്ഥലമാണ്, അപകടം പിടിച്ച സ്ഥലമാണ്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വീണ്ടും ഇതാ നമ്മൾ പൂപ്പൊലി നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പകൽ പോയാലാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഒരു ക്ലിയർ ഉണ്ടാവുള്ളൂ. പൂപ്പൊലിയിലേക്ക് ആ ഒരു ഇറങ്ങുന്നൊരു കവാടം പൂപ്പൊലി 2025 എന്നൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് രാത്രിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് പിന്നെ എല്ലാ വർഷവും ഉള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. എന്നാലും അത് അടിപൊളിയായിട്ടുണ്ട്, കളർഫുള്ളായിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂപ്പൊലിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്, കാണാനുണ്ടോ കൂടുതൽ എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൂടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും, ഇനി പോകാത്തവരുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ദൂരെ നിന്നൊക്കെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജനുവരി 15 വരെയാണ് പൂപ്പൊലി നടക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവില്ലേ, ഇനി പോകാനുള്ളവരും ഉണ്ടാവും. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു പൂപ്പൊലി ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ പിന്നെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കേട്ടോ. സെലിബ്രിറ്റികളൊക്കെ വന്നിട്ട് പ്രോഗ്രാമുകളൊക്കെ രാത്രി ഉണ്ട്. നമ്മൾ വീഡിയോ പിന്നെ പൂപ്പൊലി തുടങ്ങിയ ഉടനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസം വൈകിയാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും ആയിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയൂല. അപ്പോൾ അധികം തിരക്കാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വരും കേട്ടോ.
ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ സ്റ്റാളുകൾ തുടങ്ങുകയാണ്. ഇവിടെയുള്ള പൂക്കളുടെയൊക്കെ വിത്തും ചെടികളൊക്കെ വാങ്ങാനായിട്ടുള്ളൊരു സ്റ്റാളാണ് കേട്ടോ ഇത്. അതിൻ്റെ ഉള്ളിലൊന്നും പിന്നെ കൂടുതലായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മുടെ ഏത് ഫെസ്റ്റിവലിന് പോയാലുള്ള നമ്മൾ ഓരോ സാധനങ്ങൾ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള സ്റ്റാൾ തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാളുകളിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ടാണ് റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് ഉള്ളത്. ഇവിടെ സ്റ്റേജും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. മൊത്തത്തിലൊന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആവുന്നതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. രാത്രിയാണല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഭംഗി ഉണ്ടാവുക. അടിപൊളിയായിട്ട് 2025 എന്ന് എഴുതിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. രാത്രി ആയതോടെ ചെറുതായിട്ട് മഞ്ഞ് വീഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി പൂക്കളിലൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂപ്പൊലിയിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മല്ലിക തന്നെയാണ്. നമ്മൾ കടലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു തിക്നെസ്സിലാണ് കേട്ടോ മല്ലികകളൊക്കെ ഇവിടെ അവർ വളർത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്ലോക്ക് പൂക്കൾ കൊണ്ട് തന്നെയുള്ള ആ ഒരു ക്ലോക്ക് പകൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഭംഗിയുണ്ട് രാത്രി കാണാൻ, ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ പൂപ്പൊലിയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.